ഋഷഭ് ഷെട്ടി നായകനായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന കാന്താര ചാപ്റ്റർ 1 നിരന്തരമായി വാർത്തകളിൽ നിറയുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി സിനിമയെ വിട്ടുപിരിയാതെ ദുരന്തങ്ങൾ പിന്തുടരുകയാണ്. ഇപ്പോഴത്തെ സംവിധായകനും ചിത്രത്തിലെ നായകനുമായ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ 30-ലേറെ പേർ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തലനാരിഴയ്ക്കാണ് വൻ അപകടത്തിൽ നിന്ന് സംഘം രക്ഷപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ മണി റിസർവോയറിലാണ് അപകടം നടന്നത്. ഋഷഭ് ഷെട്ടിയും സിനിമാ പ്രവർത്തകരും സഞ്ചരിച്ചിരുന്ന ബോട്ട് റിസർവോയറിൽ മറിയുകയായിരുന്നു. ഈ ഭാഗത്ത് ആഴം കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ബോട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതേസമയം ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചുവെന്നാണ് വിവരം. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ബോട്ട് മറിയാനുണ്ടായ സാഹചര്യം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ഭാഗമായിരുന്ന മലയാളിയും മിമിക്രി കലാകാരനുമായിരുന്ന വിജു വി.കെ കാന്താരയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞത്. ചിത്രീകരണം പുരോഗമിക്കുന്ന ബംഗളൂരുവിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ത്യം. കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി സ്വദേശിയായിരുന്നു നിജു. സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകട വാർത്തകളും ദുരൂഹമായി അവശേഷിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് കാന്താര ചാപ്റ്റർ 1 പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരിച്ചത്. ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു 33-കാരനായ രാകേഷിന് ഹൃദയാഘാതമുണ്ടായത്. ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. കഴിഞ്ഞ മാസമാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ വൈക്കം സ്വദേശിയായ യുവാവ് ഉടുപ്പി ജില്ലയിലെ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചത്. മെയ് 6-നായിരുന്നു ആ സംഭവം നടന്നത്. തെയ്യം കലാകാരനായ കപിൽ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിരുന്നു. കപിലിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. കാന്താര ചാപ്റ്റർ 1 ചിത്രീകരണത്തിനിടെ ഇതിനു മുൻപും നിരവധി തിരിച്ചടികൾ നേരിട്ടിരുന്നു. നവംബറിലാണ് മുതൂരിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും ഗുരുതരമായി പരിക്കേൽക്കാത്തത് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇതിന് പിന്നാലെ മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് തകർന്നതും വാർത്തയായിരുന്നു. അതേസമയം ഈ വർഷം ഒക്ടോബർ 2-നാണ് കാന്താര 1 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.